അവിടുത്തെ റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജി നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ ഓരോ കേസും, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ വളരെ ട്രാൻസ്പാരന്റ് ആയി ഓരോ കേസും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗങ്ങൾ ഇവിടെ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഇന്ന് ഒരു കുട്ടി അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ബാധിച്ച് അപൂർവങ്ങളിൽ അപൂർവമാണ് ആ രോഗമുക്തി നേടുന്നവർ വളരെ കുറവാണ്. ഇന്ന് കേരളത്തിൽ ഒരു കുട്ടി അപൂർവമാണ് അത് രോഗമുക്തി നേടിയിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്ര തലത്തിൽ ഹെൽത്ത് വർക്കേഴ്സ് ഇതാകാം എന്ന് സംശയിച്ചു. ഒരു ലോകത്തിനൊരു പ്രോട്ടോകോൾ ഇല്ല, രാജ്യത്തൊരു പ്രോട്ടോകോൾ ഇല്ല, ഒരു ലിറ്ററേച്ചറും ഇല്ല. ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ലിറ്ററേച്ചറും ഇല്ല. അങ്ങനെയുള്ള ഒരു രോഗം, അത് പകർച്ചവ്യാധി അല്ല. ആ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിന് രാജ്യത്ത് ആദ്യമായി നമ്മളൊരു പ്രോട്ടോകോൾ തയ്യാറാക്കി. ഈ കുട്ടിക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തു ആരോഗ്യ വകുപ്പ്. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവർ ട്രീറ്റ്മെന്റ് തേടിയത്. അവിടെ മരുന്ന് എത്തിച്ചു കൊടുത്തു, രോഗമുക്തി നേടി എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു അനുഭവ പാഠമാണ്. ഇത് രാജ്യത്തിന് ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഒരു അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് പോലെയുള്ള ഒരു രോഗം എങ്ങനെയാണ് ചികിത്സിച്ച് ഭേദമാകുക എന്നുള്ളത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം